എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ ഇൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമിലും ഫയർഫോക്സിലും മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസറിലും എങ്ങനെയാണ് ഹെഡ്ലെസ് ആയിട്ട് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് റൺ ചെയ്യാം എന്നുള്ളതാണ്. ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ്ലെസ് ആയിട്ട് സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ബ്രൗസറിന് UI കാണില്ല. സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ കറസ്പോണ്ടിങ് ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ മോർ ഫാസ്റ്റർ ആയിരിക്കും. ഹെഡ്ലെസ് അല്ലാതെ നോർമലായിട്ട് റൺ ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്ത് ആ വെബ്സൈറ്റിനുള്ള ഇമേജസ് ഒക്കെ ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടാകും. പക്ഷേ ഹെഡ്ലെസ്സിന് അങ്ങനെ ഒരു കേസ് വരില്ല. കാരണം ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പം ഹെഡ്ലെസ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ ഒരു മേവൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ന്യൂ ക്ലിക്ക് ചെയ്തു, പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തു, മേവൻ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു, ക്രിയേറ്റ് എ സിമ്പിൾ പ്രൊജക്റ്റ് സ്ക്രിപ്റ്റ് ആർക്കിടൈപ്പ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തു. ഞാൻ വർക്ക് സെറ്റിലേക്കാണ് ഈ പ്രൊജക്റ്റ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. സോറി ഫോർ ദാറ്റ്. ഗ്രൂപ്പ് ID ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് കൊടുത്തു. സോറി, ആർട്ടിഫാക്റ്റ് ID അതിന് കൊടുത്തു. ഫിനിഷ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് pom.xml ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് ഈ മേവൻ പ്രൊജക്റ്റിന് ആവശ്യമുള്ള ഡിപ്പെൻഡൻസികൾ ആഡ് ചെയ്യാം. ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസികൾ രണ്ടെണ്ണമാണ്. ഒന്ന് സെലീനിയം 4 ആൽഫ 5 വെർഷനും, പിന്നെ വേണ്ടത് ബ്രൗസർ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോണി ഗാർസിയ വെബ് ഡ്രൈവർ മാനേജറുമാണ്. ബോണി ഗാർസിയ വെബ് ഡ്രൈവർ മാനേജറിൻ്റെ യൂസേജ് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട്. ഇനി നമുക്ക് pom.xml ഡിപ്പെൻഡൻസികൾ ആഡ് ചെയ്യാം. മേവൻ റെപ്പോസിറ്ററി സെർച്ച് ചെയ്യുക. മേവൻ റെപ്പോസിറ്ററി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബോക്സിൽ സെലീനിയം ജാവ സെർച്ച് ചെയ്യുക. സെലീനിയം ജാവയെ ക്ലിക്ക് ചെയ്യുക. 4 ആൽഫ 5 എന്നുള്ള വേർഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റിന് സെലീനിയം 4 ആൽഫ 5 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. Ctrl+C. ഡിപ്പെൻഡൻസി പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിപ്പെൻഡൻസി പേസ്റ്റ് ചെയ്യേണ്ടത് ഡിപ്പെൻഡൻസീസ് എന്നുള്ള ടാഗിൻ്റെ അകത്താണ്. ഇനി നമുക്ക് വേണ്ടത് ബോണി ഗാർസിയ വെബ് ഡ്രൈവർ മാനേജറാണ്. വെബ് ഡ്രൈവർ മാനേജറിന് സെർച്ച് ചെയ്യുക. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെബ് ഡ്രൈവർ മാനേജർ ക്ലിക്ക് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് 4.2.0 എന്നുള്ള വെർഷനാണ്. ഈ ഒരു ഡിപ്പെൻഡൻസി ആണ് ഇച്ചിരി കൂടെ സ്റ്റേബിൾ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് pom.xml സേവ് ചെയ്യാം. Ctrl+S.
അപ്പോൾ നമുക്ക് JRE സിസ്റ്റം ലൈബ്രറി എന്നുള്ള ഫോൾഡറിൻ്റെ കീഴെ Maven ഡിപ്പെൻഡൻസി എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത് കാണാം. ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത ഡിപ്പെൻഡൻസികളുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് SRC ടെസ്റ്റ് ജാവ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് നമുക്കൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ പാക്കേജ്, com.headless എന്ന് പറഞ്ഞൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഈ പാക്കേജിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. ഈ പാക്കേജിൻ്റെ അകത്തേക്ക് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റ് എന്ന ക്ലാസ്സിന് പേര് കൊടുത്തു. മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്തു, ഫിനിഷ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് ആയിട്ടൊരു മെത്തേഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ഹെഡ്ലെസ് ക്രോം ടെസ്റ്റ് എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിന് പേര് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്രോം ബ്രൗസർ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി വെബ് ഡ്രൈവർ മാനേജ് ഡിപ്പെൻഡൻസിയുടെ ഹെൽപ്പ് ഉണ്ട്. നമുക്ക് ബ്രൗസർ ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെബ് ഡ്രൈവർ മാനേജർ നമ്മൾ സെലക്ട് ചെയ്യുക. ഡോട്ട് നമ്മുടെ ക്രോം ഡ്രൈവർ യൂസ് ചെയ്താണ്, ക്രോമിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പോകുന്നത്. സോ ഒബിയസ്ലി നമ്മൾ ക്രോം ഡ്രൈവർ നമ്മൾ സെലക്ട് ചെയ്യുക. ഡോട്ട് സെറ്റപ്പ് എന്നൊരു മെത്തേഡുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് വെബ് ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുക. വെബ് ഡ്രൈവർ മാനേജർ ഇല്ലെങ്കിൽ നമുക്ക് system.set പ്രോപ്പർട്ടി കൊടുത്ത ശേഷം ക്രോമിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ക്രോമിൻ്റെ വേർഷൻ അനുസരിച്ചുള്ള ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത ശേഷം പിന്നെ പാത്തൊക്കെ സെറ്റ് ചെയ്ത് system.set പ്രോപ്പർട്ടി എന്ന് എഴുതേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാനാണ് ബോണി ഗാർസിയ വെബ് ഡ്രൈവർ മാനേജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോണി ഗാർസിയ വെബ് ഡ്രൈവർ മാനേജർ യൂസേജ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ് ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ. ഓക്കെ, നമുക്ക് വെബ് ഡ്രൈവർ എന്നുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ നമുക്ക് ക്ലാസ് ലെവലിൽ ഡിക്ലെയർ ചെയ്യാം. സ്റ്റാറ്റിക് ആകാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് മെത്തേഡിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റിക് വെബ് ഡ്രൈവർ ഓക്കെ, വെബ് ഡ്രൈവർ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ക്രോമിൻ്റെ അകത്ത് ഹെഡ്ലെസ് ആയിട്ട് ഓട്ടോമാറ്റിക് സ്ക്രിപ്റ്റ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോം ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ് ലെവലിൽ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സ്റ്റാറ്റിക് ക്രോം ഓപ്ഷൻസ് എന്ന റെഫറൻസ് വേരിയബിൾ നെയിം കൊടുത്തു. ഇനി ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ആയ ഓപ്ഷൻസ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്ത് നമുക്കൊരു മെത്തേഡ് കോൾ ചെയ്യാം. ഓപ്ഷൻസ് ഡോട്ട് ആഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അത് ഡബിൾ കോട്ട്സിൽ ഹെഡ്ലെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം
ഓപ്ഷൻസിനുള്ള റെഫറൻസ് വേരിയബിൾ ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ എന്നുള്ള ലൈനിൻ്റെ അകത്ത് പാസ് ചെയ്യുക. ഇനി നമുക്ക് ഡ്രൈവർ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ യൂസ് ചെയ്ത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഡ്രൈവർ ഡോട്ട് ഗെറ്റ്, ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഒരു ടൈറ്റിൽ കൺസോളിൽ പ്രിന്റ് ചെയ്യാം. ഡ്രൈവർ ഡോട്ട് ഗെറ്റ് https google.com syso dot get title എന്നുള്ള അതിൽ വിളിക്കാം. ഓക്കെ, നമുക്ക് കൺസോളിൽ ടൈറ്റിൽ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പം ഞാൻ ചുമ്മാ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ്. പ്രോഗ്രാം സ്റ്റാർട്ട്, പ്രോഗ്രാം ഫിനിഷ് എന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഹെഡ്ലെസ് കോം ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് മെയിൻ മെത്തേഡ് വിളിക്കാം. സോറി, ഫയൽ സേവ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ ക്ലിക്ക് സെലക്ട് ചെയ്യാം. കൺസോളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് എന്നുള്ളത് വന്നു. ടൈറ്റിൽ ഫിനിഷ്, ടൈറ്റിൽ കൺസോളിൽ പ്രിന്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ക്രോമിൻ്റെ ബ്രൗസർ ഇൻസ്റ്റൻസ് ഓപ്പൺ ആയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ഹെഡ്ലെസ് ആയിട്ട് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ക്രോമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം ഫിനിഷ് എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റും കൺസോളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പ്രോഗ്രാം എക്സിക്യൂട്ട്. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്രോം ബ്രൗസറിൻ്റെ വിൻഡോയും കൂടെ ക്ലോസ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. പ്രോഗ്രാം സ്റ്റാർട്ട് എന്നുള്ള കൺസോൾ ലോഗോ വന്നു. പ്രോഗ്രാം എക്സിക്യൂട്ടിംഗ് എന്നുള്ളത് വന്നു. ടൈറ്റിൽ പ്രിന്റ് ചെയ്തു. പ്രോഗ്രാം ഫിനിഷ് എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇനി നമുക്ക് ഫയർഫോക്സിൽ എങ്ങനെയാണ് ഹെഡ്ലെസ് ടെസ്റ്റിംഗ് നടത്തുന്നത് നോക്കാം. ഈ മെത്തേഡ് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. Ctrl+C, Ctrl+V, ക്രോം ടെസ്റ്റ് എന്നുള്ളത് ഫയർഫോക്സ് ടെസ്റ്റ് എന്നാക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഫയർഫോക്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിളാണ്.
വേരിയബിൾ നെയിം ഓപ്ഷൻ എന്ന് കൊടുത്തു. ഹെഡ്ലെസ് ഫയർഫോക്സ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് വന്നതിന് ശേഷം വെബ് ഡ്രൈവർ മാനേജ് ഡോട്ട് ക്രോം ഡ്രൈവർ എന്നുള്ള മെത്തേഡ് മാറ്റി ഫയർഫോക്സ് ഡ്രൈവർ എന്നുള്ള മെത്തേഡ് സെലക്ട് ചെയ്തു. ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷനാക്കി. ഓപ്ഷൻ ഈക്വൽ ടു ന്യൂ ഫയർഫോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഫയർഫോക്സിൻ്റെ കേസിൽ ഓപ്ഷൻ ഡോട്ട് ആഡ് ആർഗ്യുമെൻറ്റ്സ് എന്നല്ല കൊടുക്കേണ്ടത്, വേറെ ഒരു മെത്തേഡാണ് വിളിക്കേണ്ടത്. ഓപ്ഷൻ ഡോട്ട് സെറ്റ് ഹെഡ്ലെസ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. ആ മെത്തേഡ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ട്രൂ കൊടുത്തു. ഓപ്ഷൻ എന്നുള്ള വേരിയബിൾ ഡ്രൈവർ ഈക്വൽ ടു ഫയർഫോക്സ് ഡ്രൈവർ അകത്ത് പാസ് ചെയ്യുന്നു. അതിനുശേഷം ഗൂഗിൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, ടൈറ്റിൽ പ്രിന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഹെഡ്ലെസ് ഫയർഫോക്സ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് മെയിൻ മെത്തേഡ് വിളിക്കാം. ഹെഡ്ലെസ് ക്രോം ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ വന്നിട്ടുണ്ട്. യു ആർ റണ്ണിങ് ഇൻ ഹെഡ്ലെസ് മോഡ് എന്ന് ഫയർഫോക്സിൻ്റെ കൺസോൾ ലോഗ് വന്നിട്ടുണ്ട്. ഇനി പ്രോഗ്രാം എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരും. അതിനുശേഷം ടൈറ്റിൽ കൺസോൾ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. പ്രോഗ്രാം എക്സിക്യൂട്ട് ടൈറ്റിൽ ഗൂഗിൾ നമ്മൾ പ്രിന്റ് ചെയ്തു. പിന്നെ പ്രോഗ്രാം ഫിനിഷ് എന്നുള്ള നമ്മൾ ഈ കൊടുത്താക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ വന്നു. ഇങ്ങനെയാണ് ഫയർഫോക്സിൽ ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇനി നമുക്ക് ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് നടത്താനുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള എഡ്ജ് ബ്രൗസറിലാണ്. ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, മെത്തേഡിൻ്റെ പേര് മാറ്റുന്നു, ഹെഡ്ലെസ് എഡ്ജ് ടെസ്റ്റ് എന്നാക്കുന്നു. ഫയർഫോക്സ് ഡ്രൈവറിന് പോലെ എഡ്ജ് ഡ്രൈവർ സെലക്ട് ചെയ്യുന്നു. ഹെഡ്ലെസ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി എഡ്ജ് ഓപ്ഷൻസിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ എഡ്ജ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. എഡ്ജ് ഓപ്ഷൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ, അതായത് ഫയർഫോക്സ് ഓപ്ഷൻസിന് ക്രിയേറ്റ് ചെയ്തതുപോലെ ക്രോം ഓപ്ഷൻസിന് ക്രിയേറ്റ് ചെയ്തതുപോലെ എഡ്ജ് ഓപ്ഷൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. OPT-ന് വേരിയബിൾ നെയിം കൊടുത്തു. OPT ഫയർഫോക്സ് ഓപ്ഷൻസിന് പകരം എഡ്ജ് ഓപ്ഷൻസ് കൊടുത്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന OPT ഡോട്ട് ആഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ അത് പാരാമീറ്റർ ആയിട്ട് ഹെഡ്ലെസ് എന്നുള്ളത് പാസ് ചെയ്യുന്നു. ഡ്രൈവർ ഈക്വൽ ടു ന്യൂ എഡ്ജ് ഡ്രൈവർ OPT പാസ് ചെയ്യുന്നു. ഈ ഹെഡ്ലെസ് ഫയർഫോക്സ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് കമൻറ്റ് ചെയ്തതിന് ശേഷം ഹെഡ്ലെസ് എഡ്ജ് ടെസ്റ്റ് എന്നുള്ള മെത്തേഡ് മെയിൻ മെത്തേഡ് വിളിക്കാം. റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. പ്രോഗ്രാം സ്റ്റാർട്ട് എന്നുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ വന്നിട്ടുണ്ട്. അടുത്ത് ഡ്രൈവർ സ്റ്റാർട്ട് സക്സസ്ഫുള്ളി കൺസോൾ ലോഗ് വന്നു. ഈ പ്രോഗ്രാം എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൺസോളിൽ വന്നു. അതിനുശേഷം ടൈറ്റിൽ പ്രിന്റ് ചെയ്തു.
അതിനുശേഷം ലാസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം ഫിനിഷിനുള്ള കൺസോൾ പ്രിന്റ് ചെയ്തു. ഇങ്ങനെയാണ് ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് ക്രോമിലും ഫയർഫോക്സിലും മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസറിലും നടത്തുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് സെലീന 4 വേർഷൻ ആൽഫ 5 എന്നുള്ള സെലീനത്തിൻ്റെ ഡിപ്പെൻഡൻസി യൂസ് ചെയ്തതെന്ന്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എഡ്ജിൽ ഹെഡ്ലെസ് ആയിട്ട് സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡൻസി യൂസ് ചെയ്തേ പറ്റൂ. ഈ ഡിപ്പെൻഡൻസിയുടെ കൂടെയാണ് ഓപ്ഷൻ ഡോട്ട് ആഡ് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ള മെത്തേഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. സെലീനിയം വേർഷൻ 3.141.59 യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഡ്ജിൽ ഹെഡ്ലെസ് ആയിട്ട് റൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ സെലീന 4ൻ്റെ ആൽഫ 5 വേർഷൻ യൂസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.